ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇവരുടെ വീഡിയോസ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. എങ്കിലും ഇത് അൺബോക്സ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അത് കാണിക്കാനുള്ള കാരണം അവരുടെ പാക്കിംഗ് അത്രയും നല്ലതായിരുന്നു കേട്ടോ. ഇത് ആപ്പിൾ ഫോട്ടോ ബുക്കിൽ നിന്ന് എനിക്ക് ഒരു ആൽബവും ഒരു ഫോട്ടോ ഫ്രെയിമും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഫ്രെയിമൊക്കെ നമ്മൾ അത്രയും സൂക്ഷിച്ച് പാക്ക് ചെയ്തില്ല എങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൊറിയറൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് എടുത്തിറങ്ങി ഇവിടെ നിന്ന് എടുത്തൊക്കെ ഇറങ്ങിയിട്ട് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പാക്കിംഗ് ഒരു രക്ഷയില്ല. അത്രയും സേഫായിട്ടാണ് അവർ പാക്ക് ചെയ്ത് റെഡിയാക്കി നമുക്ക് അയച്ചു തരുന്നത് കേട്ടോ. ഇതിൻ്റെ പരിപാടി എന്താ അറിയോ? ഫോട്ടോസ് എല്ലാം ഫോണിലെടുക്കുക, ആപ്പിൾ ഫോട്ടോ ബുക്കിനെ കോൺടാക്ട് ചെയ്യുക, അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുക, അവരിതുപോലെ ആൽബം സെറ്റ് ചെയ്ത് തരും. പിന്നെ ഫോട്ടോ ഫ്രെയിം വേണമെങ്കിൽ അതും അവരോട് ആവശ്യപ്പെടുമ്പോൾ അതനുസരിച്ച് അവർ ചെയ്ത് തരും കേട്ടോ. ആപ്പിൾ ഫോട്ടോ ബുക്കിൻ്റെ രണ്ടാമത്തെ ആൽബമാണ് ഞാനിപ്പോൾ ചെയ്ത് വാങ്ങുന്നത്. അതുപോലെ ഫോട്ടോ ഫ്രെയിമും രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്ത് വാങ്ങുന്നത്. അത്രയും ക്വാളിറ്റിയിൽ നമ്മളിപ്പോൾ ഫോണിലെടുത്ത ഫോട്ടോസാണെന്ന് പറയത്തില്ല ആ ആൽബത്തിലുള്ളത്. അത്രയും ക്വാളിറ്റിയിലാണ് നമുക്ക് ആൽബം ചെയ്ത് തരുന്നതും. ഫോട്ടോ ഫ്രെയിം ആണെങ്കിലും ഭയങ്കര ക്വാളിറ്റിയിലാണ് ചെയ്ത് തരുന്നത് കേട്ടോ. ഇപ്പോൾ എന്താവശ്യം വന്നാലും ഇപ്പോൾ ചീമയുടെ ആവശ്യം വന്നപ്പോഴും നമുക്ക് ഫോട്ടോഗ്രാഫർ അന്വേഷിച്ചപ്പോഴൊന്നും കിട്ടിയില്ല. അപ്പം ഞാനൊരു റിക്വയർമെൻറ്റ് പലരോടും വെച്ചത് ജസ്റ്റ് ഫോട്ടോസ് എടുത്ത് തന്നാലും മതി, ഞാൻ ആൽബം വേറെ സെറ്റ് ചെയ്തോളാം. കാരണം എനിക്ക് ആപ്പിൾ ഫോട്ടോ ബുക്ക് ഉണ്ട് എന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫോട്ടോ ബുക്ക് ആൽബം 50 വർഷം വരെ കേട് കൂടാതെ അങ്ങനെ ഇരിക്കും. ഫോട്ടോസ് ഫെയ്ഡ് ആവത്തില്ല. വാട്ടർ പ്രൂഫ് പേജസ് ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അവർ തരുന്നത്. ഫോട്ടോ ബുക്കിനായിട്ട് ഒരു ബാക്ക് കവറും അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഇത് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മളിപ്പോൾ എടുക്കുന്ന ഫോട്ടോസ് അവരുടെ വാട്സപ്പിൽ ഡോക്യുമെൻ്റ് ആയിട്ട് ജസ്റ്റ് അയച്ചു കൊടുത്താൽ മാത്രം മതി. അവരെന്നിട്ട് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരും. ഓക്കെ ആണോ എന്നുള്ളതും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അവർ ഷിപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് എല്ലായിടത്തും എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫറെ കൊണ്ടുപോയി നമുക്ക് ഫോട്ടോസ് എടുത്ത് ഇതുപോലെ ഫോട്ടോ ബുക്കിലാക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെയാണ് ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ പല നല്ല ഫോട്ടോസും ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടിയും വരാറുണ്ട്. പക്ഷേ നമുക്ക് ആ ഫോട്ടോസൊക്കെ സൂക്ഷിക്കണമെങ്കിൽ ഇതുപോലൊരു ഫോട്ടോ ബുക്കിലാക്കിയാലേ പറ്റത്തുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആപ്പിൾ ഫോട്ടോ ബുക്കാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഗ്യാരണ്ടി ആണ് അത്രയും നന്നായിട്ട് അവർ ചെയ്തു തരും എന്നുള്ളതിൽ. ഈ ഫോട്ടോസൊക്കെ ഞാൻ ഫോണിലെടുത്താണെന്ന് കണ്ടാൽ പറയോ, എല്ലാ ഫോട്ടോസും ഞാൻ ഇതുപോലെ ഫോട്ടോ ബുക്കിലാക്കിയിട്ടുണ്ട്. പുതിയതും പഴയതും ഒക്കെ ആയിട്ടുള്ളത്. ഞാൻ നോർത്തിൽ പോയപ്പോഴേ പ്ലാൻ ചെയ്തതാണ്. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നോർത്തിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് ഫോട്ടോസ് തരും, എനിക്ക് ഫോട്ടോ ബുക്കാക്കി തരണമെന്ന് പറഞ്ഞു. എന്തിനേറെ പറയുന്നത്, ചീമയുടെ വളകാപ്പ് ഫോട്ടോസ് പോലും നമ്മുടെ ഫോണിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു ഫോട്ടോഗ്രാഫറിനെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഫോട്ടോ ബുക്കിലാക്കിയിട്ടുണ്ട്. ഇത് തായ്ലൻഡിൽ പോയിട്ടുള്ള മെമ്മറീസ് കേട്ടോ. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് എല്ലാം താഴെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. എന്തായാലും നിങ്ങൾക്കും ഇതുപോലുള്ള ഫോട്ടോസ് ഫോണിൽ നിറയെ കിടപ്പുണ്ട്. അതൊരു ഫോട്ടോ ബുക്കാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആപ്പിൾ ഫോട്ടോ ബുക്കിനെ കോൺടാക്ട് ചെയ്യാം.